ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ. തിരൂർ നഗരസഭാധ്യക്ഷനായി മുസ്ലിം ലീഗിലെ കെ ഇബ്രാഹിം ഹാജിയെ തിരഞ്ഞെടുത്തു. കൌൺസിൽ ഹാളിൽ നടന്ന വോട്ടെടുപ്പിൽ ഇബ്രാഹിം ഹാജിക്ക് 31, LDFിലെ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരന് 7 വോട്ടുകളാണ് ലഭിച്ചത്. LDFിലെ ഗഫൂർ പി ലില്ലീസ് വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. BJP അംഗം നിർമ്മല കുട്ടിക്കൃഷ്ണൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ചെയർമാനായി തിരഞ്ഞെടുത്ത ഇബ്രാഹിം ഹാജി വരണാധികാരിക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തിരൂർ നഗരസഭാ അധ്യക്ഷനായി മുസ്ലിം ലീഗിലെ നേതാവ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയെ തെരഞ്ഞെടുത്തു. കൌൺസിൽ ഹാളിൽ നടന്ന വോട്ടെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇബ്രാഹിം ഹാജിയെ കോൺഗ്രസിലെ 13-ാം വാർഡിൽ നിന്നുള്ള യാസിർ പയ്യോളി നിർദ്ദേശിച്ചു. 4-ാം വാർഡിൽ നിന്നുള്ള സുബൈർ മാസ്റ്ററാണ് പിന്താങ്ങിയത്. LDFിൽ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരനെ അഷ്റഫ് തറമൽ നിർദ്ദേശിക്കുകയും 1-ാം വാർഡിൽ നിന്നുള്ള റാഫി പിന്തുണയ്ക്കുകയും ചെയ്തു. കീഴടത്തിൽ ഇബ്രാഹിം ഹാജിക്ക് 31, ചന്ദ്രശേഖരന് 7 വോട്ടുകൾ ലഭിച്ചു. LDFിലെ ഗഫൂർ പി ലില്ലീസ് വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു. ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം ഹാജി വരണാധികാരി മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് അനുമോദന യോഗവും നടന്നു. UDF പ്രവർത്തകർ ചെയർമാന് ഷാളും മാലയും അണിയിച്ചു.